അങ്ങനെ ഞാനും ഉണ്ടാക്കിയിട്ടോ ട്രെൻഡിങ് മസാല ഷവായ കണ്ടു നോക്കിയാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ പീസാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇനി ഉള്ളി, തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് നമ്മളിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ കാശ്മീരി പൊടി എടുത്തിട്ടുണ്ട്, മുളകില്ലാത്തതുകൊണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടതാണ് ഉപ്പ്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു മസാല ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. സമയമുണ്ടെങ്കിൽ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു 3 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് 2 വിസിൽ വരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് മസാല വേറെ ചിക്കൻ വേറെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല, ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ വേവിച്ച മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് ഓയിലുണ്ടെങ്കിൽ അത് കുറച്ച് കോരി മാറ്റി അതിനുശേഷം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം നമുക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഞാനതിലേക്ക് ഒരു ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു ബട്ടർ നാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ.